നമ്മുടെ കാവും കുളമൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവനെ കാത്തു നിന്നിട്ട് നട അടയ്ക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്നത്തെയും പോലെ ആദ്യ ദർശനം തുടങ്ങുന്നത് നമ്മുടെ കാളിയാവിലാണ് കേട്ടോ. പൂക്കോട്ട് കാളിയാവ് ഭഗവതി ക്ഷേത്രം. നമ്മൾ കാളിയാവിൽ തൊഴുതാൽ പിന്നെ പരിയാനംപറ്റക്കാവിൽ പോവാതിരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യണ ഈ സ്ഥലമല്ലേ ഒരു 1.5 മാസം കഴിഞ്ഞ് വെച്ചാൽ. എക്സാക്റ്റ് ഡേറ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഈ വരുന്ന ഫെബ്രുവരി 19-നാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പരിയാനംപറ്റക്കാവ് പൂരം വരാൻ പോവുകയാണ്. എല്ലാ പൂരപ്രേമികളും ലൈഫിൽ ഒരു വട്ടമെങ്കിലും കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു പൂരമാണ് കേട്ടോ പരിയാനംപറ്റക്കാവ് പൂരം. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ആനക്കലണ്ടർ കണ്ടപ്പോൾ അത് കൂടെ കൂട്ടിയിട്ടുണ്ട്. പരിയാനംപറ്റ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ട് നമ്മുടെ പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ അമ്പലത്തിൽ നിങ്ങൾ വരികയും തൊഴുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ അമ്പലക്കുളം അത് നിങ്ങൾ ഒരു വട്ടെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു റീലിൽ, ഏതെങ്കിലും ഒരു വീഡിയോയിൽ. അത്രയും ഭംഗിയാണ് ഇവിടുത്തെ അമ്പലക്കുളം കാണാൻ. പക്ഷേ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ അകമഴിഞ്ഞ സഹായം കാരണം ഇവിടുത്തെ അമ്പല കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. ഇവിടുത്തെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ഇപ്പോൾ നിയന്ത്രിച്ചേർക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും അധികം വല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ 3 സ്ഥലത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കിട്ടാതിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ കിട്ടുന്ന പ്രഭാത ഭക്ഷണമാണ് കേട്ടോ. രാവിലത്തെ ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും മണം രുചി. തൽക്കാലം ഒരു കട്ടിപ്പൊറാട്ടയും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.